സ്കൂൾ കലോത്സവങ്ങളിലെ മുന്നേറ്റം ഇത്തവണയും തുടരാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. 18 ഇനങ്ങളിലായി 250-ലധികം കലാകാരന്മാർ കൊല്ലത്ത് മാറ്റുരയ്ക്കും. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുട്ടികളെല്ലാം തിരക്കിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് ഇവരെല്ലാം. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മികച്ച പ്രകടനമാണ് കാർമൽ സ്കൂളിലെ കുട്ടികൾ കൈവരിച്ചത്. ഇക്കൊല്ലവും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അവർ. കലോത്സവ കപ്പടിച്ചേ മടക്കമുള്ളൂ എന്ന വാശിയിലാണ് ഇവരെല്ലാം. ഇവിടെ ഓരോ ആൾക്കാർക്കും അത്രയും വയ്യാതെയാണ് എല്ലാവരും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ വെക്കേഷന് പോലും നമ്മൾ 10 days പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഒരു മോർണിംഗ് തൊട്ടൊരു നൈറ്റ് വരേക്കും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ജയിക്കാനാണ് പോകുന്നത്. ജയിച്ചിട്ടേ വരും. ഞങ്ങൾക്ക് 6-ാം തീയതിയാണ് പരിപാടി. പ്രാക്ടീസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ഹെൽത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും നോക്കാണ്ട് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് പ്രോത്സാഹനവുമായി സ്കൂളിലെ ടീച്ചർമാരും രംഗത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഞങ്ങൾക്കായിരുന്നു. പ്രാവശ്യം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇവരെല്ലാവരും. ജൂൺ മുതൽ തുടങ്ങിയതാണ്. ഇതുവരെ ആ പ്രാക്ടീസ് നടക്കുകയാണ്. ആകെ 239 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിന് പങ്കെടുക്കുക. നാളെ രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 62ാമത് സ്കൂൾ കലോത്സവത്തിന് തിരശീല ഉയരും. ഈ പിള്ളേര് മൊത്തം ഓണാണ്. ഇനി കളി അങ്ങ് കൊല്ലത്ത് വെച്ച് കാണാം. ക്യാമറാമാൻ രജനീകാന്തിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.